പൂത്തുളിഞ്ഞിരിഞ്ഞ് വഴിഞ്ഞ മഴയായി പെയ്തടി ഇടറല്ലേ മണി. അല്ല ഇന്നും ആൾക്കാർ അത് ഏറ്റുപാടല്ലെങ്കിൽ അത് കേൾക്കുമ്പോ ശരിക്കും ഒരു ഫീലാണല്ലോ അത്. 7 കൊല്ലായി പാട്ട് ഇറങ്ങിയിട്ട്, ജോസഫ് ഇറങ്ങിയിട്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ഉയരുനാഥനെയും കണ്ണെത്താതോരും പാടവരമ്പത്തിലൂടെയും കരിനീലക്കണ്ണം എല്ലാം ഓരോ മലയാളിയുടെയും പാട്ടാണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ പാട്ട് എന്നതിലുപരി ഓരോരുത്തരുടെയും പാട്ടായിട്ട് അത് മാറി. അല്ലേ ജി? ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു, സന്തോഷത്തോടെ കാണുന്നു. എല്ലാവരുടെ എല്ലാ സംഗീത സമുദായർക്കും അവരുടെ അല്ലേ വലിയൊരു ഹിറ്റ് ഉണ്ടാവും. ചേട്ടന്റെ ഫസ്റ്റ് സിനിമ ഏതായിരുന്നു? ജോസഫ് തന്നെയാണല്ലോ. ഇപ്പൊ ഒരുപാട് റാപ്പർ സോങ് എല്ലാം വരുന്ന സമയമാണ്. പക്ഷെ അതിന്റെ ഇടയിലും അല്ലെങ്കിൽ അങ്ങനെ ഈ നമ്മളെ പോലത്തുള്ള ഈ ജനറേഷൻ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരും എല്ലാം ഈ റാപ്പറിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം ഇപ്പൊ ചേട്ടൻ ചെയ്യുന്ന വർക്കാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ? അതല്ലാത്തൊരു വലിയ കടൽ പോലത്തെ ഓടിയനുണ്ടെന്നേ. അല്ലെങ്കിൽ സുഷിൻ എന്റെ അടുത്ത സുഹൃത്താണ്, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന കലാകാരനാണ് സുഷിൻ. അവനാണ് പലപ്പോഴും ആ കാലഘട്ടത്തിലൊക്കെ സുഷിനായിട്ട് കണക്റ്റഡ് ആയിരുന്നു. സുഷിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ എന്റെ കൂടെ വർക്ക് ചെയ്യാറുണ്ട് ആ സമയത്ത്. അപ്പോൾ സുഷിൻ വരത്തലും കുമ്പളങ്ങയൊക്കെ അങ്ങനെ അടിച്ച് കയറ്റി നിൽക്കുന്ന സമയത്താണ് പൂമുത്തോളെ തബലപ്പാട്ടായിട്ട് ഞാൻ വന്നത്. അതിന് വേണ്ട റീച്ച് കിട്ടിയില്ലേ? അപ്പോൾ ആ പാട്ട് കേൾക്കാൻ പണ്ടത്തെ ആലാപനോ തരളിത രാവിലൊക്കെ കേൾക്കാൻ കൊതിക്കുന്ന ഒരു തലമുറയോ അല്ലെങ്കിൽ ഒരു വലിയ കോടാനുകൂടി ജനങ്ങൾ ഇവിടെ ഉണ്ട്. അവരെ കാണാതെ പോകരുത്. അപ്പോൾ അവർക്കത് കിട്ടുന്നവർ ആസ്വദിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ അവർ കേൾക്കില്ല, അല്ലെങ്കിൽ അവർ പറയും ഒരു പാട്ട് പറയുന്നില്ല പോലെ എന്ന് പറയും. അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇത് മാറി മ്യൂസിക് ഈസ് ഓൾവേസ് ദർ. മ്യൂസിക്കിന്റേതായ വാല്യൂ എന്നും ഉണ്ടാവും. അത് വെറും പൃഥ്വിരാജിന്റെ എനിക്ക് സ്വന്തമായിട്ടില്ലല്ലോ, 37 വയസ്സല്ലേ. എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതുപോലത്തെ ഒരു ഓഡിയൻ അപ്പുറത്ത് ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു.